എത്ര കണ്ട് ഉലകം ചുറ്റിയാലും അഹാന കൃഷ്ണയ്ക്ക് മതിയാവില്ല. ചിലർ ഒരു വിദേശയാത്ര ജീവിതാഭിലാഷമായി കാണുമ്പോൾ അഹാന ഒരു വർഷം എത്രയേറെ രാജ്യങ്ങൾ കണ്ടു എന്നതിൻ്റെ എണ്ണം എടുക്കുന്ന തിരക്കിലാകും. അടുത്തിടെ അനുജത്തി ദിയ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞതും അഹാന കൃഷ്ണ ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷിനെയും കൂട്ടി തൻ്റെ കുടുംബത്തോടൊപ്പം ബാലിയിലേക്ക് വച്ചുപിടിച്ചിരുന്നു. എല്ലാ വർഷവും ഇത്തരത്തിൽ ഒന്നിലേറെ യാത്രകൾ ഉണ്ടാകും അഹാന കൃഷ്ണയ്ക്ക്. പട്ടികയിൽ ഏറ്റവും ഒടുവിൽ ഇടം പിടിച്ചത് തായ്ലൻഡാണ്. തായ്ലൻഡ് എന്ന മനോഹര രാജ്യത്തെ വിനോദസഞ്ചാര സാഹചര്യങ്ങൾ ലോകപ്രശസ്തമാണ്. അത് വരുവോളം ആസ്വദിക്കാൻ തയ്യാറെടുത്തുള്ള പോക്കാണിത് എന്ന് അഹാനയുടെ ഇൻസ്റ്റാഗ്രാം ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അല്പം ബാങ്കോക്കും അല്പം പട്ടായയും ചേർന്നുള്ള വേർഷൻ എന്നാണ് അഹാന ഈ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള അടിക്കുറിപ്പ്. കായയിലെ വഞ്ചിയിൽ യാത്ര പോകുന്നതും രുചികരമായ ഭക്ഷണങ്ങൾ നുകരുന്നതും കാഴ്ചകൾ ആസ്വദിക്കുന്നതും എല്ലാം ഇവിടെ കാണാൻ കഴിയും. അഹാന തനിച്ചല്ല ഈ യാത്ര പോയിട്ടുള്ളത്. പ്രിയപ്പെട്ടൊരാൾ കൂടെയുണ്ട്. ഓരോ യാത്രയിലും തൻ്റെ പ്രിയപ്പെട്ടവരായ ആരെയെങ്കിലും കൂടെ കൂട്ടാൻ അഹാന കൃഷ്ണ ശ്രമിക്കാറുണ്ട്. എല്ലായ്പ്പോഴും ഒരാൾ തന്നെ കൂടെ വേണം എന്ന നിർബന്ധവുമില്ല. കഴിഞ്ഞ ജന്മദിനത്തിൽ അഹാന ദുബായ് വെക്കേഷനിലായിരുന്നു. അന്ന് കൂടെയുണ്ടായിരുന്നത് അമ്മ സിന്ധു കൃഷ്ണയായിരുന്നു. അച്ഛനും സഹോദരിമാർ 3 പേരും അന്ന് നാട്ടിലായിരുന്നു. അമ്മയും മകളും ചേർന്ന ഗംഭീര യാത്രയും എക്സ്പീരിയൻസും ആസ്വദിച്ചതിൻ്റെ അനുഭവം അഹാന കൃഷ്ണ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ രേഖപ്പെടുത്തി. അമ്മയുടെ സ്വപ്നമായ കാശ്മീർ യാത്രയും അഹാന കൃഷ്ണ സ്പോൺസർ ചെയ്തിരുന്നു. അമ്മയുടെ കൂട്ടുകാരികളെയും തൻ്റെ സഹോദരിമാരെയും കൂട്ടിയാണ് അഹാന കാശ്മീർ ട്രിപ്പ് പോയത്. കുഞ്ഞുനാൾ മുതലേ കൂടെപ്പിറപ്പുകൾ എന്ന പോലെ സിന്ധുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഈ യാത്രയിൽ അവരുടെ കൂടെ കൂടിയത്. പിന്നെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും കൂട്ടിയുള്ള മറ്റൊരു സ്പെഷ്യൽ ട്രിപ്പും അഹാന കൃഷ്ണ നടത്തിയിരുന്നു. റിസ്ക് കൂടിയ യാത്രയായിരുന്നെങ്കിലും ഇതും ആസ്വാദനത്തിന് തടസ്സമായില്ല എന്ന് അഹാന പരാമർശിച്ചിരുന്നു. പുതിയ യാത്രയിൽ അഹാനയുടെ കൂടെയുള്ളയാൾ സ്കൂൾ കാലം മുതലേ ഒന്നിച്ചുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ്. ഹോളി ഏഞ്ചൽ സ്കൂളിലെ ക്ലാസ് മുറികളിൽ അക്ഷരം പഠിക്കാൻ ഇരുന്നു മുതൽ ഈ തായ്ലൻഡ് ട്രിപ്പ് വരെ അതിശക്തമായി പുരോഗമിക്കുന്ന കൂട്ടുകെട്ടാണിത്. അഹാനയുടെ പ്രിയപ്പെട്ട റിയ നജാം ആണ് ഈ കൂട്ടുകാരി. തായ്ലൻഡിൽ മാത്രമല്ല, മുൻപൊരിക്കൽ ഗോവയ്ക്ക് പോയപ്പോഴും അഹാനയുടെ കൂടെയുണ്ടായിരുന്നത് റിയ നജാം അല്ലാതെ മറ്റാരുമല്ല. ചലച്ചിത്ര ഡാൻസ് കൊറിയോഗ്രാഫറും അഭിനേത്രിയുമായ സജന നജാമിൻ്റെ ഇളയ പുത്രിയാണ് റിയ. അഹാനയെപ്പോലെ മറ്റൊരു ഭക്ഷണപ്രിയയാണ് റിയ. കുഞ്ഞുനാളിൽ തൻ്റെ ടിഫിൻ ബോക്സിലേതിനേക്കാൾ രുചികരമായ വിഭവങ്ങൾ നിറഞ്ഞ റിയയുടെ ചോറ്റുപാത്രമായിരുന്നു തനിക്ക് പ്രിയപ്പെട്ടത് എന്നും അഹാന ഒരിക്കൽ പരാമർശിച്ചിരുന്നു. അഹാനയുടെ പിറന്നാളിന് കൈകൊണ്ട് തയ്യാർ ചെയ്ത ഒരു കാർഡാണ് റിയ സമ്മാനമായി നൽകിയിരുന്നത്.